Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു ഹൂദിലെ 88-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി وَرَزَقَنِي مِنْهُ رِزْقًا حَسَنًا وَمَا أُرِيدُ أَنْ أُخَالِفَكُمْ إِلَى مَا أَنْهَاكُمْ عَنْهُ إِنْ أُرِيدُ إِلَّا الْإِصْلَاحَ مَا اسْتَطَعْتُ وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال അദ്ദേഹം പറഞ്ഞു, ഷുഐബ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗം, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ നാഥനിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കുകയും അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയും വ റസഖനി മിൻഹു, അവനിൽ നിന്ന് എനിക്ക് വിഭവങ്ങൾ നൽകുകയും ചെയ്തിരിക്കെ, റിസ്ഖൻ ഹസനൻ, ഉത്തമമായ വിഭവം അവൻ എനിക്ക് നൽകുകയും അവനിൽ നിന്നു തന്നെയുള്ള ഒരു സാക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആയിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അഥവാ നിങ്ങളുടെ വഴികേടിലേക്ക് ഞാൻ വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വഴികേടിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അൻ ഉഖാലിഫക്കും, നിങ്ങൾക്ക് എതിരാകണം എന്ന്, ഇലാമ അൻഹാക്കും അൻഹു, നിങ്ങളോട് ഞാൻ ഏതൊരു കാര്യത്തിൽ നിന്ന് വിരോധിക്കുന്നുവോ ഞാൻ ആ വിരോധിക്കുന്നതിനെതിര്, അഥവാ ഞാൻ പറയുന്നത് പ്രവർത്തിക്കാതെ ഇരിക്കണം എന്നും ഞാൻ വിചാരിക്കുന്നില്ല. വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നുഖാലിഫക്കും, നിങ്ങളോട് എതിരായിത്തീരുവാൻ, ഇലാമ അൻഹാക്കും അൻഹു, നിങ്ങളോട് ഞാൻ ഏതൊന്നിനെ വിരോധിക്കുന്നുവോ അതിലേക്ക്, നിങ്ങളോട് വിരോധിക്കുകയും ഞാനത് ചെയ്യുകയും അതുണ്ടാവില്ല. ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഇൻ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലൽ ഇസ്ലാഹ, ഇസ്ലാഹ അല്ലാതെ, സംസ്കരണമല്ലാതെ, മസ്തതഅ്തു, എനിക്ക് കഴിയുന്നിടത്തോളം, വമാ തൗഫീഖി, എൻ്റെ ആശ്രയം അല്ല, എൻ്റെ ഉദവിയല്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വ ഇലൈഹി ഉനീബ്, ഞാൻ അവനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. എന്നുകൂടെ അർത്ഥം പറയാം. ഖാല, അദ്ദേഹം അവരോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. റഅന, കണ്ടു എന്നാണ്. ഇവിടെ അറഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ, ഞാനൊരു സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയും, മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്ന്, വ റസഖനി മിൻഹു, അവനിൽ നിന്ന് എനിക്ക് വിഭവമായി, റിസ്ഖായി നൽകുകയും ചെയ്തിട്ടുണ്ട്, റിസ്ഖൻ ഹസനൻ, ഉത്തമമായ, ഏറ്റവും നല്ലതായ വിഭവം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ നാഥനിൽ നിന്നുള്ളൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് നിങ്ങളുമായി രാജിയാവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ വഴികേടിലേക്ക് ഞാനും വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വമാ ഉരീദു അൻ ഉഖാലിഫക്കും,
ഞാൻ നിങ്ങളോട് എതിരാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇലാമ അൻഹാക്കും അൻഹു, ഞാൻ ഏതൊന്നിൽ നിന്ന് നിങ്ങളെ തടയുന്നുവോ അതിലേക്ക് ചെന്ന് അല്ലെങ്കിൽ അത് പ്രവർത്തിച്ച് നിങ്ങളോട് എതിരാകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്ത് പറയുന്നുവോ അതിൽ തന്നെയായിരിക്കും ഞാൻ ഉറച്ചു നിൽക്കുക. ഇലാമ ഒന്നിലേക്ക്, അൻഹ ഞാൻ വിരോധിക്കുന്നുക്കും, നിങ്ങളെ അൻഹു അതിൽ നിന്ന്, നിങ്ങളെ ഞാൻ വിരോധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തടയുന്ന ആ തിന്മയിലേക്ക് ഞാൻ നിങ്ങൾക്ക് എതിരാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഥവാ ഞാൻ വിരോധിക്കുന്ന തിന്മയിലേക്ക് വന്ന് നിങ്ങൾക്ക് എതിരാകും ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നെ നിങ്ങൾ തിന്മയിലേക്ക് കരുതേണ്ടതില്ല. ഈ ഉരീദു ഇല്ലൽ ഇസ്ലാഹല്ലാതെ, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, സംസ്കരണമല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മസ്തതഅതു, ഞാൻ ഉദ്ദേശിക്കുന്നിടത്തോളം അല്ലെങ്കിൽ എനിക്ക് കഴിവുള്ളയിടത്തോളം നിങ്ങളുടെ സംസ്കരണമല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്കൊരാശ്രയവുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഉദവി, നമ്മളങ്ങനെയാണ് നാടൻ മട്ട് പറയാം, ഉദവിയില്ല. അള്ളാഹുവാണ് എനിക്കിതിന് കഴിവ് നൽകുന്നത്, അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ തവക്കുൽ ചെയ്തിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും അവനിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇലൈഹി ഉനീബ്, ഞാൻ അവനിലേക്ക് തന്നെയാണ് തൗബ ചെയ്ത് മടങ്ങുന്നത്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും മടക്കം അവനിലേക്കാണ്, ഞാൻ അവനിലേക്ക് മടങ്ങുന്നു. ആശയം വളരെ വ്യക്തമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഈ സൂറയിൽ തന്നെ 28-ാമത്തെ ആയത്തിലും 63-ാമത്തെ ആയത്തിലും സാലിഹ് നബി അലൈഹിസ്സലാമയും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമയും പറയുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. 28-ാമത്തെ സൂക്തത്തിലും വന്നിട്ടുണ്ട്, 63-ാമത്തെ സൂക്തത്തിലും. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതായിട്ടും ഒന്ന് സാലിഹ് നബി അലൈഹിസ്സലാം പറയുന്നതായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. യാ ഖൗമി റഅയ്തു മിൻ കുന്തു അലാ ബയ്യിനത്തി മിർ റബ്ബി എന്നുള്ള ഭാഗം അത് നമ്മൾ നേരത്തെ പഠിച്ചത്. ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. റസഖനി മിൻഹു റിസ്ഖൻ ഹസനൻ, അവനിൽ നിന്നുള്ള ഉത്തമമായ വിഭവം എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവനിൽ നിന്ന് നിയോഗിതനായ പ്രവാചകനാണ്, എനിക്ക് അവനിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്, എനിക്ക് അവനിൽ നിന്ന് വഹയി ലഭിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. അതുമാത്രമല്ല, റസഖനി മിൻഹു റിസ്ഖൻ ഹസനൻ, അവനിൽ നിന്ന് റിസ്ഖ് നമുക്കറിയാം, അവനിൽ നിന്നുള്ള റിസ്ഖ് എനിക്ക് അവൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് റിസ്ഖ്? ഒന്ന് ഭൗതികമായ റിസ്ഖാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം നല്ല സമ്പന്നനാണ്, അവരുടെയൊക്കെ മാതിരി സുഖിച്ച് മതിച്ച് അങ്ങനെ ജീവിക്കാനൊക്കെയുള്ള സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. നല്ല കച്ചവടക്കാരനാണ് അദ്ദേഹം, അവരും കച്ചവട സമൂഹമാണ്. അതോടൊപ്പം അവർ പിന്നെ എന്ത് ഈ സാമ്പത്തികമായ കുറ്റം, അതുകൊണ്ടാണ് അളവും തൂക്കത്തിൻ്റെ കാര്യത്തിലും അവരോട് പ്രത്യേകം പറയേണ്ടി വരുന്നത്. കച്ചവടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നുകിൽ എണ്ണത്തിന്, അല്ലെങ്കിൽ അളവിന്, അല്ലെങ്കിൽ തൂക്കത്തിന്, അങ്ങനെയല്ലേ? ഇതിലൊക്കെ കൃത്രിമം കാണിക്കാലോ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷുഐബ് നബി അലൈഹി സ്വലാം പറയുന്നത്, ഞാനും നിങ്ങളെപ്പോലെ സമ്പന്നനാണ്, എനിക്ക് റിസ്ഖുൻ ഹസൻ അവൻ തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ ഈ കള്ളത്തരത്തിനും തട്ടിപ്പിനും എന്നെ കിട്ടൂല. പിന്നെ റിസ്ഖൻ ഹസനൻ, രണ്ട് തരം റിസ്ക് ഉണ്ട് അദ്ദേഹത്തിന്. എന്താണ്? ഒന്ന് ദുന്യവിയായ, ഞാൻ പറഞ്ഞു, ഈ കച്ചവടം, സമ്പന്നത ഒക്കെ. പിന്നെന്താ റിസ്ക്? അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഭൗതികവും ആത്മീയവുമായ വിഭവങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ തിന്മയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുന്നത്. നാഥൻ എന്നെ അതിന് ചുമതലപ്പെടുത്തിയതാണ്. ആയതുകൊണ്ട് എന്നെ നിങ്ങളുടെ മാർഗത്തിൽ കിട്ടുമെന്ന്, നിങ്ങളുടെ ഈ കൃത്രിമത്തോട്, നിങ്ങളുടെ ഈ കച്ചവടത്തിൽ വരുത്തുന്ന കള്ളത്തരങ്ങളോട് രാജിയാവാൻ
ഞാൻ തയ്യാറാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതാണ് അദ്ദേഹം ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വറസഖനി മിൻഹു റിസ്ഖൻ ഹസനൻ. ഞാൻ എൻ്റെ നാഥനിൽ നിന്നുള്ള സാക്ഷ്യത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയും അവനിൽ നിന്നുള്ള ഏറ്റവും ഉത്തമമായ വിഭവങ്ങൾ എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് രാജിയാകും, നിങ്ങളുടെ തിന്മയെ സംബന്ധിച്ച് മൗനിയാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വമാ ഉരീദു അൻ ഉഖാലിഫക്കും, ഞാൻ എന്തായി പറഞ്ഞതിന് വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാമാ അൻഹാക്കും അൻഹു, നിങ്ങളോട് ഞാൻ ഏതൊന്നിനെ വിരോധിക്കുന്നുവോ അതിന് ഞാൻ എതിരാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയുന്നതിലാണ് ഞാൻ ഉറച്ചു നിൽക്കുക. നിങ്ങളോട് ഞാൻ പറയുക, പിന്നെ ഞാനത് ചെയ്യുക. നിങ്ങളോട് ഞാൻ തടയുക, പിന്നെ ഞാനത് ചെയ്യുക. കൃത്രിമങ്ങൾ ചെയ്യരുത്, കള്ളത്തരം കാണിക്കരുത്, ആളുകളുടെ സമ്പത്ത് അന്യായമായി ചൂഷണം ചെയ്യരുത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുകയും പിന്നെ ഞാൻ അതിനെതിരാവുകയും ചെയ്യുക. അതുണ്ടാവില്ല. ഞാൻ പറയണതെന്തോ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും. ഇതൊരു പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മുസ്ലിം സമുദായം അവരെല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. മുസ്ലിം സമുദായത്തിൽ ആർക്കും അതിൽ ഇളവൊന്നുമില്ല. തിന്മയോട് രാജിയാവാൻ, അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളോട് വളരെ നിസ്സാരമായ നിലപാട് സ്വീകരിക്കാൻ അതൊരു വിശ്വാസിക്ക് കഴിയില്ല. ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുക. എന്താ ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയാറില്ലേ ഇസ്ലാഹി പ്രവർത്തനം, ഇസ്ലാഹി പ്രസ്ഥാനം, അങ്ങനെയൊക്കെയാണ് പറയാറുണ്ടല്ലോ. എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള തിന്മകളോട് രാജിയാവാതെ അവയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് നമ്മൾ സംസ്കരണം എന്ന് പറയുക. സംസ്കരിച്ചെടുക്കുക. സ്വർണം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള കീടങ്ങളും കേടുമൊക്കെ കളയുകയാണ്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്, സംഘടനകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ എന്താണോ ഈ സമുദായത്തിന് ദീനിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് ഈ സമുദായത്തിന് പോരായ്മകൾ സംഭവിക്കുന്നത്, അത് തിരുത്തി അവരെ ഉത്തമമായ സംസ്കാരത്തിലേക്ക്, സംസ്കരണത്തിലേക്ക്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ. ഞാൻ അതല്ലാതെ വേറൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ദുന്യവിയായ എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ നേതാവാകണം, അതൊന്നുമല്ല. ഞാൻ ഇസ്ലാഹ് മാത്രം, ഏറ്റവും ഉത്തമമായതെന്നും അതിനർത്ഥം അറിയാം. ഇവിടെ സംസ്കരണമല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത് പ്രാസംഗികരൊക്കെ ആദ്യം പറയണ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖത്തീബുമാരൊക്കെ പറയാറുണ്ട്. പ്രസംഗിക്കണവരൊക്കെ ഹംദും സലാത്തും കഴിഞ്ഞാൽ ഇതും പറയും. ഇത് ഷുഐബ് നബി അലൈഹി സ്വലാമയുടെ ഒരു വാചകം കോട്ട് ചെയ്ത് പറയുക. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു. ഇസ്തിതാഅത്ത് എന്നത് കഴിവ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇസ്ലാഹ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് നന്മയുണ്ടാകണമെന്നും ആളുകളിൽ സംസ്കരണം ഉണ്ടാവുക എന്നാൽ നിലവിലുള്ള എല്ലാ തരം തിന്മകളും, അത് നമ്മുടെ സമുദായത്തിനകത്ത് മാത്രമല്ല സമുദായത്തിന് പുറത്തും. തിന്മകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിരോധിച്ചതും വെറുത്തതും. അതുകൊണ്ടാണ് നമ്മൾ മദ്യപാനത്തിന് എതിർക്കുന്നത്. ഓൻ കുടിച്ചോട്ടെ, അതൊന്നും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. തിന്മ എല്ലാവർക്കും വിരോധിക്കപ്പെട്ടതാണ്. മോഷണം അത് മനുഷ്യ സമുദായത്തിന് അല്ലാഹു തആല തടഞ്ഞതാണ്. മദ്യപാനം, അങ്ങനെയുള്ള ഓരോ തിന്മകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മനുഷ്യവർഗത്തിന് ചെയ്യാൻ പാടില്ലാത്തത്, അള്ളാഹു വിരോധിച്ചത് എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തന്നിട്ടുണ്ട്. ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹ്. തൗഫീഖ്, അള്ളാഹിൻ്റെ തൗഫീഖ് നമ്മൾ എപ്പോഴും പറയണം. അള്ളാഹുവിൻ്റെ ഉദവി പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ ആശ്രയമാണ് എനിക്കുള്ളത്. അള്ളാഹു നൽകുന്ന ആശ്രയം, അള്ളാഹു നൽകുന്ന കഴിവ്, ശേഷി എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഉദവി. അള്ളാഹിൻ്റെ ഉദവി ഉണ്ടെങ്കിൽ നടക്കും. അള്ളാഹു ഉദവി ഏകിയാൽ എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ ഉദവി അള്ളാഹു നൽകുന്നതാണ്. നവമാ തൗഫീഖ് എൻ്റെ ഉദവിയല്ല, എൻ്റെ ആശ്രയമല്ല. തൗഫീഖ് നൽകാൻ അതിന് സൗകര്യം തരിക ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് ഒരു ഉദവിയുമില്ല, ഒരു കഴിവുമില്ല, ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒക്കെ എനിക്ക് അള്ളാഹു നൽകുന്ന കഴിവിൻ്റെ ആശ്രയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും അവനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. വ ഇലൈഹി ഉനീബ്, അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാൻ മടങ്ങുന്നു
എന്ന് പറഞ്ഞാൽ ശാരീരികമായി അവസാനം മരണത്തിൻ്റെ മടക്കം മാത്രമല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ പോരായ്മകളിൽ നിന്നും ഞാൻ അവനിലേക്ക് മടങ്ങുകയാണ്. ആണ് മുനീബ് എന്നൊക്കെ ഇന്നുണ്ടാവണം. അനാബ യുനീബു, ഇനാബത്ത്, മടക്കം. തൗബ എന്നുള്ളതിൻ്റെ തന്നെ, അല്ലെങ്കിൽ തൗബ എന്നുള്ളതിൻ്റെ തന്നെ വേറൊരു പ്രയോഗമാണ് അനാബ യുനീബു, ഇനാബത്ത്, മടക്കം. അത് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, തെറ്റ് ചെയ്യാതെ തന്നെ പ്രവാചകനാണല്ലോ അദ്ദേഹം, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണെന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അവസാനത്തെ ഒരു വചനം കാണാതെ അറിയുണ്ടാകും. ഇന്ന ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അതെല്ലാവരും കാണാൻ പഠിക്കണം. അതൊരു ദിക്ർ കൂടിയായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലും നാവിലും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഇന്ന ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവനിലേക്ക് മടങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അവനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അവനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് അവനിലേക്ക് മടങ്ങുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലായ്പ്പോഴും ഇസ്ലാഹി പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ നിരതരായി ജീവിക്കാൻ നമുക്ക് നാഥൻ തുണയേകുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി